നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം തീരത്ത് വെച്ച് 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഉൾപ്പെട്ട 2 ഇറ്റാലിയൻ നാവികരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത 2 ഇറ്റാലിയൻ നാവികരെ തിങ്കളാഴ്ച ഉച്ചയോടെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് ബന്ധവസിലാണ് ഇവരെ കൊല്ലം കമ്മീഷണർ സാം ക്രിസ്റ്റി ഡാനിയലിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. DYFI എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് M. അനിൽകുമാർ നയിക്കുന്ന ജില്ലാ വാഹന ജാഥ കൊച്ചിയിൽ പ്രചാരണം നടത്തി. കൊച്ചിയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കൊച്ചി MLA ഡൊമിനിക് പ്രസിഡേഷൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലം തീരത്ത് വെച്ച് 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്ന സംഭവത്തിൽ ഉൾപ്പെട്ട 2 ഇറ്റാലിയൻ നാവികരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സിയിലെ നാവികരായ ലോസ്റ്റാരോസ് മാസി മിലാനോ, ബാൽവത്താറോ ജിലോൺ എന്നിവരാണ് അറസ്റ്റിലായത്. കേരള തീരത്തിനടുത്ത് പുറംകടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്ന കേസിലാണ് 5 ദിവസത്തെ അനിശ്ചിതത്വം അവസാനിപ്പിച്ചുകൊണ്ട് 2 ഇറ്റാലിയൻ നാവികരെ IG പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കപ്പലിലെത്തി കസ്റ്റഡിയിലെടുത്തത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ MR അജിത് കുമാർ, കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സാം ക്രിസ്റ്റി ഡാനിയൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ബോട്ടിൽ കപ്പലിലെത്തി. കപ്പലിലെ ക്യാപ്റ്റനായ ഉംബർട്ടോ വെറ്റേലിനെയും മറ്റ് നാവികരെയും ചോദ്യം ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ വധിച്ചതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിയെടുക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരളത്തിന് അനുമതി നൽകിയതോടെയാണ് ഞായറാഴ്ച 3:30 മണിയോടെ 2 നാവികരെയും കപ്പൽ ക്യാപ്റ്റനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനു മുമ്പ് ഫോറൻസിക് വിദഗ്ധരും വെടിവെച്ച തോക്ക് പരിശോധിക്കുന്നതിനായി ബാലസ്റ്റിക് വിദഗ്ധരും കപ്പലിലെത്തി തെളിവെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം IG പത്മകുമാർ കപ്പലിൽ എത്തിയതോടെയാണ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് 4 മണിയോടെ പോലീസ് പ്രതികളായ 2 നാവികരെയും കപ്പലിലെ ക്യാപ്റ്റനെയും കരയിലെത്തിച്ചു. ലെസ്റ്റോറെ ആൻഡ് വൺ മിസ്റ്റർ ഷെൽവാസുറെ, ഇവർ 2 പേരാണ്. ഇപ്പം അതൊരു ഇറ്റാലിയൻ പേരാണ്, പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും. അവർ 2 പേരാണ്. കേസ് അന്വേഷിക്കുന്നത് കൊല്ലത്തെ പോലീസാണ്. അപ്പോൾ കൊല്ലത്തുള്ള SPയും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ബാക്കി നടപടിക്രമങ്ങൾ കരയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക്. അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ. Have the 2 Italian Navy personnel been arrested? I've told you they have been taken, brought to the land. The formalities has to be done by Kollam police, not by Cochin City police. Cochin City police has been assisting Kollam. The case has been registered at Kollam. They are here and they'll complete the formalities now. So they have been detained as yes, they are in custody. ഇതെല്ലാം വിശദമായ കേസ് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെ അത് എനിക്ക് അന്വേഷണത്തിൽ കാര്യത്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത് കോടതിയിലൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്, കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കോടതിയിൽ വിശദമായിട്ട് എൻ്റെ വാദപ്രതിവാദം ഉണ്ടാവും. ഇറ്റാലിയൻ നയതന്ത്ര പ്രതികളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രതികളുമായി എത്തുന്ന ചിത്രീകരിക്കാൻ ദേശീയ മാധ്യമം അടക്കമുള്ള മാധ്യമപ്പട തന്നെ ഐലൻഡ് ബാഗേജ് ജെട്ടിയിൽ കാത്തു നിന്നിരുന്നു. പട്ടാളവേഷത്തിൽ തന്നെയാണ് നാവികർ കരയ്ക്ക് ഇറങ്ങിയത്. വൻ പോലീസ് സംഘമാണ് കരയിൽ നിലയുറപ്പിച്ചിരുന്നത്. കനത്ത പോലീസ് ബന്ധവസിലാണ് ഇവരെ പിന്നീട് CISFന്റെ ഗസ്റ്റ് ഹൗസിൽ ചോദ്യം ചെയ്തത്. തുടർന്ന് രാത്രിയോടെ ഇവരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. തുടർന്നാണ് 2 നാവികരെയും കൊല്ലം പോലീസിന് കൈമാറിയത്. മട്ടാഞ്ചേരി ഹാൾട്ടിലുള്ള CISFന്റെ ഗസ്റ്റ് ഹൗസിലാണ് ഇവരെ രാത്രി പാർപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 അനുസരിച്ച് കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ തിങ്കളാഴ്ച കരുനാഗപ്പള്ളി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി. പോലീസ് അറസ്റ്റ് ചെയ്ത 2 ഇറ്റാലിയൻ നാവികരെ തിങ്കളാഴ്ച ഉച്ചയോടെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് ബന്ധവസിലാണ് ഇവരെ കൊല്ലം കമ്മീഷണർ സാം ക്രിസ്റ്റി ഡാനിയലിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. ഇവരെ പാർപ്പിച്ചിരുന്ന വില്ലിംഗ്ടൺ ഐലൻഡിലെ CISF ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. കപ്പലിൽ നിന്നും കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഇറ്റാലിയൻ നാവികരെ മട്ടാഞ്ചേരി ഹാർബർ പാലത്തിന് സമീപമുള്ള CISF ഗസ്റ്റ് ഹൗസിലാണ് ഞായറാഴ്ച പാർപ്പിച്ചിരുന്നത്. ഇവരെ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും എന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്നും നേരത്തെ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇവരെ കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. ലോസ്റ്റാരോ മാസി മിലാനോ, സാൽവത്താറോ ജിലോൺ എന്നീ നാവികരെയാണ് പ്രത്യേക വാഹനത്തിൽ കൊല്ലത്ത് എത്തിച്ചത്. എറണാകുളം IG B. പത്മകുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ MR അജയകുമാർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ M. ബിനോയ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ MN രമേശ് തുടങ്ങിയവർ സ്ഥലത്ത് എത്തിയിരുന്നു. പ്രതികളോടൊപ്പം കപ്പലിന്റെ ക്യാപ്റ്റനും ഇറ്റാലിയൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരും കൊല്ലത്തേക്ക് പോയി. കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവധിയിലായിരുന്നതിനാൽ കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് പ്രതികളെ ഹാജരാക്കിയത്. കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇറ്റാലിയൻ കപ്പൽ എൻട്രിക്ക ലെക്സിയെ പുറംകടലിലേക്ക് മാറ്റി. കനത്ത സുരക്ഷാ വലയത്തോടെയാണ് കപ്പൽ പുറംകടലിൽ എത്തിച്ച് നങ്കൂരമിട്ടത്. കൊച്ചിൻ ബോട്ടിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഓയിൽ ടാങ്കർ ബർത്തിൽ നിന്നും കപ്പൽ പുറംകടലിലേക്ക് മാറ്റിയത്.
ഇറ്റാലിയൻ എണ്ണക്കപ്പലായ എൻട്രീക്ക ലെക്സി കൊച്ചിൻ പോർട്ടിലെ ഓയിൽ ടാങ്കർ ബെർത്തിൽ കിടക്കുന്നത് മൂലം പോർട്ടിന് പ്രതിദിനം 40 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഇത് പോലീസിന്റെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ പോർട്ട് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തിങ്കളാഴ്ച കപ്പൽ പുറംകടലിലേക്ക് മാറ്റാൻ തീരുമാനമായത്. ഇവിടെ ഓയിലുമായി എത്തിയ ഒരു കപ്പൽ പുറത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് എൻട്രീക്ക ലെക്സിയെ ടാങ്കർ ബെർത്തിൽ എത്തിച്ചത്. ഇതുമൂലം കൊച്ചിൻ റിഫൈനറിക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചത്. 2 കപ്പലുകൾ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ പുറംകടലിൽ അനുമതി കാത്തു കിടക്കുകയാണ്. ഇതാണ് പോലീസ് പിടിച്ചെടുത്ത എൻട്രീക്ക ലെക്സിയെ പുറംകടലിലേക്ക് മാറ്റാൻ തീരുമാനമായത്. തിങ്കളാഴ്ച രാവിലെ 10:30 മണിയോടെയാണ് കപ്പൽ തുറമുഖത്ത് നിന്നും പുറംകടലിലേക്ക് മാറ്റിയത്. കോസ്റ്റ് ഗാർഡും പോലീസും കപ്പലിന് കാവലാണ്. കപ്പലിലെ നാവികരടക്കമുള്ള ജീവനക്കാരുടെ പാസ്പോർട്ടും പോലീസ് ബന്ദോബസ്തിൽ എടുത്തിട്ടുണ്ട്. കൊച്ചി രൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ റിട്ടയർ ചെയ്യുന്ന 12 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനത്തിൽ ജസ്റ്റിസ് ML ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. കൊച്ചി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന 12 അധ്യാപകർക്കാണ് കൊച്ചി രൂപത ടീച്ചേഴ്സ് ഗിൽഡ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനത്തിൽ ഗിൽഡ് പ്രസിഡന്റ് ആന്റണി പോളശ്ശേരി അധ്യക്ഷനായി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജോസഫ് ഫ്രാൻസിസ്, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ, ഫിൻസി ടീച്ചർ, മെറീന CS, VJ പീറ്റർ, ജോണി, തോമസ് റാണി എന്നിവർ സംസാരിച്ചു. DYFI എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് M. അനിൽകുമാർ നയിക്കുന്ന ജില്ലാ വാഹനജാഥ കൊച്ചിയിൽ പ്രചാരണം നടത്തി. കൊച്ചി മണ്ഡലത്തിലെ പ്രചാരണം കുമ്പളങ്ങിയിൽ സമാപിച്ചു. നിയമന നിരോധനം പിൻവലിക്കുക, പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് DYFI ജില്ലയിൽ 2 വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത്. കൊച്ചി മണ്ഡലത്തിൽ പ്രചരണം നടത്തിയ ജാഥ കുമ്പളങ്ങിയിൽ സമാപിച്ചു. ഇല്ലിക്കൽ കവലയിൽ ചേർന്ന സമാപന യോഗം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം റജി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ചികിത്സിക്കാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ കാണാൻ കണ്ണില്ലാതെ ഞങ്ങളെല്ലാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. ആ അവകാശം ആരെയും ഭയക്കാതെ ഉറക്കെ പറയുന്ന പ്രസ്ഥാനമാണ് DYFI. ഒരു സംശയവും വേണ്ട. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. നമ്മുടെ നിശബ്ദത, നമ്മൾ ഉറക്കെ പറയുമ്പോൾ നമ്മൾ ഒറ്റുകാരാണെന്നും നമ്മൾ മതത്തിനെതിരാണെന്നും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരാഗ്രഹിക്കുന്ന നമ്മുടെ നിശബ്ദതയാണ്. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിത്തത്തിന് വിടുപണി ചെയ്യുവാൻ ആര് ശ്രമിച്ചാലും ആ മതത്തിലെ പാവപ്പെട്ടവന്റെ അടക്കം പ്രശ്നമാണ് നമ്മൾ ഉയർത്തുന്നത്. എത്ര ക്രിസ്ത്യാനിയുടെ മക്കൾക്ക് CPM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ, അനിൽകുമാർ, TV അനിത, TV നിതിൻ, PA പീറ്റർ, KT സുനിൽ എന്നിവർ സംസാരിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് PS ബിജു അധ്യക്ഷനായി. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടിയ ജിബിൻ ഓസ്റ്റിന് DYFIയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം TK വത്സൻ ഉദ്ഘാടനം ചെയ്തു. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ പഠിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന്റെ പിൻബലമില്ലാതെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടിയ കളത്ര സ്വദേശി ജിബിൻ ഓസ്റ്റിനെ DYFI ആദരിച്ചു. ഇതോടനുബന്ധിച്ച് കളത്ര ജംഗ്ഷൻ സമീപം ചേർന്ന അനുമോദന യോഗം CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉദ്ഘാടനം ചെയ്തു. എന്നും പുരോഗമന പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുമ്പോഴാണ് ഇപ്പൊ നാം കാണുന്നത് എന്താ? ഇപ്പോ നമ്മുടെ 8 മാസമായ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, കോളേജ് അധ്യാപകനോ അതേപോലെ നിലവാരമുള്ളവരാണ്. ഒരു ഹൈസ്കൂളിന്റെ റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഗവൺമെന്റാണ് ഇപ്പോൾ. ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിക്കാൻ ഒരു മടിയും ഈ DYFI പള്ളുരുത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അധ്യക്ഷനായി. CPM ചെല്ലാനം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ദാളോ, കളത്ര ചിന്മയ വിദ്യാലയം സെക്രട്ടറി MK കുട്ടപ്പ മേനോൻ, SDPY സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഭാരതി മേനോൻ, വാർഡ് മെമ്പർ ഷാനി ക്ലീറ്റസ്, VM ജോസഫ്, PJ ജെറി, TJ പ്രിൻസൺ, PL ജയൻ, VJ നിക്സൺ എന്നിവരും അനുമോദന യോഗത്തിൽ സംസാരിച്ചു. കൊച്ചിയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലിപ്പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. മാർച്ച് 19-നാണ് പ്രസിദ്ധമായ നേർച്ചസത്യ തിരുനാൾ. കണ്ണമാലിപ്പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ 107ാമത് തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. സെന്റ് ജോസഫ് ചാപ്പലിന് മുന്നിൽ ചേർന്ന യോഗം നിലവിളക്ക് കൊളുത്തി ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 19 തന്റെ ജന്മദിനമാണെന്നും ജന്മദിനത്തിൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചത് ഔസേപ്പിതാവിന്റെ അനുഗ്രഹമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. ഒരു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ മനസ്സിലുള്ളത്. പക്ഷേ ബൈബിൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നീതിമാനായ വിശുദ്ധ അവസരത്താണ്. വേറെ ഒരാൾക്കും ആ ഒരു പദവി കൊടുത്തിട്ടില്ല. നീതിമാനായ വിശുദ്ധ അവസരത്താണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തോളം മനോവ്യഥ അനുഭവിച്ച ഒരു വ്യക്തിത്വം
ബൈബിളിൽ വളരെ ചുരുക്കമാണ്. വിവാഹത്തിന് സമ്മതം തന്നിരുന്ന യുവതി വിവാഹത്തിന് മുമ്പ് കൃഷ്ണയാണെന്ന് അറിയുമ്പോൾ ഏത് ചെറുപ്പക്കാരനുണ്ടാകുന്ന മനോവ്യഥ. പക്ഷെ അത് ദൈവഹിതമാണ് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഇടവക വികാരി ഫാദർ ജോസി കണ്ടനാട്ടുതറ അധ്യക്ഷനായി. അടുത്ത വർഷം പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ പുതിയ ചാപ്പൽ നിർമ്മിക്കുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഫാദർ ജോസി കണ്ടനാട്ടുതറ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ലീനസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി രാജൻ, ഫാദർ റെജി കിഴക്കേടത്ത്, പ്രസിഡന്റ് ജോയി പള്ളിപ്പാടൻ, വാർഡ് മെമ്പർ മെറ്റിൽഡ ജോസഫ്, റോയി ബാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളുരുത്തി കച്ചേരിപ്പടി മുതൽ പഷ്ണിത്തോട് പാലം വരെയുള്ള റോഡ് വികസന നടപടികൾ ഉടനെ ആരംഭിക്കണമെന്ന് പള്ളുരുത്തിയിൽ ചേർന്ന ബഹുജന കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ CPIM സംസ്ഥാന സമിതി അംഗം CM ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങ വഴിയിലെ റോഡ് വികസനം നടപ്പിലാക്കാൻ പ്രക്ഷോഭം ആരംഭിക്കാൻ പള്ളുരുത്തി PMSC ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ബഹുജന കൺവെൻഷൻ തീരുമാനിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ മാർച്ച് 1-2 തീയതികളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ബൂത്ത് കെട്ടി ഒപ്പുശേഖരണം നടത്തി സർക്കാരിന് ഭീമഹർജി നൽകും. മാർച്ച് 3-ാം വാരം പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കും. കൺവെൻഷൻ CPM സംസ്ഥാന സമിതി അംഗം CM ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം നാഷണൽ ഹൈവേ വീതി കൂട്ടൽ പ്രക്രിയ സ്വാഭാവികമായും ഭരണപരമായ ഒരു നടപടി എന്ന നിലയ്ക്ക് ഇന്ന് നടന്നു വരികയാണ്. നാഷണൽ ഹൈവേ 47 വീതി കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, പുതിയ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നു, ബൈപ്പാസുകൾ നിർമ്മിക്കുന്നു, പുതിയ ചെറുതും വലുതുമായ റോഡുകളുടെ നിർമ്മാണങ്ങൾ ധാരാളമായി നടക്കുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ തലങ്ങളിലും. നഗരസഭാംഗം അഡ്വക്കേറ്റ് സുനില സെൽവൻ അധ്യക്ഷയായി. CPIM ഏരിയ സെക്രട്ടറി TK വത്സൻ, ജോൺ ഫെർണാണ്ടസ്, എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് VK മനോഹരൻ മാസ്റ്റർ, കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KJ ബേസിൽ, CPI തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി B അനീഷ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ മോഹൻലാൽ, മഞ്ജു മോഹൻ, TS തങ്കച്ചൻ, ബസ് ഓണേഴ്സ് നേതാവ് MR ചന്ദ്രബോസ്, അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, മുംതാസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. B അനീഷ് ചെയർമാനായും അഡ്വക്കേറ്റ് KN സുനിൽകുമാർ കൺവീനറായും സമരസമിതിയെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. കുമ്പളങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായി. ദീപാരാധനയ്ക്ക് ശേഷം ഭദ്രദീപ പ്രകാശനത്തോടെയാണ് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായത്. കുമ്പളങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായി. സ്റ്റേറ്റ് അറ്റോർണി P വിജയരാഘവൻ ഭദ്രദീപ പ്രകാശനം നടത്തിയതോടെയാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം പ്രസിഡന്റ് VS ഷൺമുഖൻ, സെക്രട്ടറി AV ലോഹിതാശൻ, ഗജാൻജി VN പപ്പൻ തുടങ്ങിയവർ ചടങ്ങുകൾ സംബന്ധിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി 24-ാം തീയതി ക്ഷേത്രം തന്ത്രി വൈക്കം ആനന്ദ് വാസുദേവിന്റെയും മേൽശാന്തി അനീഷ് ചമ്മനാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം തീരത്ത് വെച്ച് 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഉൾപ്പെട്ട 2 ഇറ്റാലിയൻ നാവികരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത 2 ഇറ്റാലിയൻ നാവികരെ തിങ്കളാഴ്ച ഉച്ചയോടെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് ബന്ധവസിലാണ് ഇവരെ കൊല്ലം കമ്മീഷണർ സാം ക്രിസ്റ്റി ഡാനിയലിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. DYFI എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് M അനിൽകുമാർ നയിക്കുന്ന ജില്ലാ വാഹനജാഥ കൊച്ചിയിൽ പ്രചാരണം നടത്തി. കൊച്ചിയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കൊച്ചി MLA ഡൊമിനിക് പ്രസിഡേഷൻ നിർവഹിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.